السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, കിതാബ് തൗഹീദാണ് നമ്മൾ വിശ്വാസകാര്യങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ഗ്രന്ഥം. കഴിഞ്ഞ അധ്യായങ്ങളിലായി തൗഹീദിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം മനസ്സിലാക്കിയിരിക്കേണ്ട ചില അടിസ്ഥാനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അഥവാ ഒരു മുഅ്മിന്, ഒരു വിശ്വാസിക്ക് തൗഹീദിനോടുള്ള അവൻ പാലിക്കേണ്ടതായ പ്രധാനപ്പെട്ട ചില അടിസ്ഥാനങ്ങൾ. ആ തൗഹീദിനെ അവൻ സ്നേഹിക്കുക എന്നുള്ളത്, അതുപോലെ തൗഹീദുള്ളവരെ മുവഹിദീങ്ങളെ അവൻ സ്നേഹിക്കുക, അതുപോലെ തൗഹീദ് അവൻ പഠിക്കേണ്ടതുണ്ട്, അതവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട് എന്നതുപോലെ തന്നെ തൗഹീദിന് കോട്ടം വരുന്ന കാര്യങ്ങളിൽ നിന്നും അവൻ വിട്ടുനിൽക്കേണ്ടതുണ്ട്. അതുപോലെ അതിന് നേർവിരുദ്ധമായ ഷിർക്കിനെക്കുറിച്ച് അവൻ ഭയക്കുകയും അതിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവൻ പഠിച്ച തൗഹീദ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ആ എത്തിക്കുന്ന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ അവൻ സഹിക്കുകയും ചെയ്യണം. ഇതെല്ലാം തൗഹീദുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങൾ നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ അധ്യായം അദ്ദേഹം കൊടുത്തിരിക്കുന്നത് ബാബു തഫ്സീർ തൗഹീദ് വ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് അതിന് തലക്കെട്ട് കൊടുത്തത്. ബാബു തഫ്സീർ തൗഹീദ്, തൗഹീദിൻ്റെ തഫ്സീർ, തൗഹീദിൻ്റെ വിശദീകരണം. വ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യത്തിൻ്റെയും. ഇതാണ് അദ്ദേഹം ഈ അധ്യായത്തിന് തലക്കെട്ടായി കൊടുത്തിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം ഈ അധ്യായത്തിൽ പറയുന്നത് കാണാം, തൗഹീദിൻ്റെ വിശദീകരണങ്ങൾ അദ്ദേഹം ഇതിൽ ആരംഭിക്കുകയും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ പറയുകയും ശേഷമുള്ള അധ്യായങ്ങളിൽ അഥവാ കിതാബ് തൗഹീദിൻ്റെ അവസാനം വരെയും തൗഹീദിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ, അതിനെതിരാകുന്ന ഷിർക്കിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം കിതാബിൻ്റെ അവസാനം വരെയും കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൗഹീദിനെക്കുറിച്ച്, അതിൻ്റെ വിശദീകരണത്തെക്കുറിച്ചും അതുപോലെ അതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെക്കുറിച്ചും യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ്. കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം തന്നെ ഇതിൻ്റെ സൂചനകൾ ഉണ്ടെങ്കിലും ഈ അധ്യായം അദ്ദേഹം അതിനുവേണ്ടി മാത്രമായി തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. തൗഹീദുള്ള ഒരുവൻ അവൻ എങ്ങനെയായിരിക്കണം ആ തൗഹീദിനെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, അവൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നതാണ് അദ്ദേഹം ഈ അധ്യായം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. ബാബു തഫ്സീർ തൗഹീദ്, തൗഹീദിൻ്റെ തഫ്സീർ. തഫ്സീർ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ ഒരു കാര്യം വെളിവാക്കുക എന്നുള്ളതാണ്. ഒരു കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുക, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെയും കൊടുത്തിട്ടുണ്ട്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അത് രണ്ടും സമാനമായ അർത്ഥമാണ്. അതല്ലെങ്കിൽ തൗഹീദ് എന്താണ് എന്നുള്ളത് വിശദീകരിച്ചിരിക്കുകയാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിനെ ഏകനാക്കൽ എന്നാണല്ലോ തൗഹീദ് എന്ന വാക്കിനർത്ഥം. അപ്പം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന സാക്ഷ്യം വഹിക്കലാണ്. അത് അദ്ദേഹം അതിനോടൊപ്പം അത് കൂട്ടി പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വിശദീകരണം അവിടെ കൂട്ടി അതിനോടൊപ്പം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് കാണാൻ സാധിക്കും. ഈ അധ്യായത്തിൽ വന്ന ആയത്തുകളും ഹദീസുകളും ഇൻഷാ അല്ലാഹ് വിശദീകരണ സഹിതം നമുക്ക് മനസ്സിലാക്കാം. قال المصنف رحمه الله وقول الله تعالى أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه الآية. സൂറത്തുൽ ഇസ്രായിലെ 57-ാമത്തെ ആയത്താണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് 56-ാമത്തെ ആയത്ത് കൂടി നമ്മൾ വായിച്ചു നോക്കിയാൽ ഈ ആയത്തുമായി ബന്ധപ്പെട്ട ബന്ധവും അതിൻ്റെ വിശദീകരണവും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം, മുശ്രിക്കുകളോട്, അള്ളാഹുവിന് പുറമെ വ്യത്യസ്തങ്ങളായ ആരാധ്യ വസ്തുക്കളെ സ്വീകരിച്ചു പോന്നിട്ടുള്ള മുശ്രിക്കുകളോട് നബിയെ പറയുക എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഖുലിദുൽ ലദീന സഅംതും മിൻ ദൂനി
فلا يملكون كشف الضر عنكم ولا تحويلا أولئك الذين يدعون يبتغون إلى ربهم الوسيلة أيهم أقرب ويرجون رحمته ويخافون عذابه. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക, അള്ളാഹുവിന് പുറമെ മറ്റുള്ള ആരാധ്യന്മാരെ അവർ ആരാധ്യന്മാരാണ് എന്ന് വാദിച്ചു പോരുന്ന അവരോട് ദുആ ചെയ്യുന്ന ആളുകളോട് പറയുക, യഥാർത്ഥത്തിൽ ഈ ആരാധ്യന്മാർ ഫല യംലികൂന കശ്ഫ ദുർരി അൻകും വലാ തഹ്വീല, നിങ്ങൾക്ക് ബാധിക്കുന്ന ഒരു ദുരിതത്തെ നീക്കിക്കളയാനോ അതിനെ മാറ്റാനോ അതിനൊന്ന് ഉള്ളതിനെ മാറ്റാനോ ഇനി വരാൻ പോകുന്നതിനെ നീക്കാനോ ഒന്നും തന്നെ ഈ പറയുന്ന ആരാധ്യന്മാർക്കൊന്നും തന്നെ സാധിക്കുകയില്ല എന്ന് നബിയെ അവരോട് പറയുക. ഉലൈകൽ ലദീന യദ്ഊൻ, അവരാരോടാണോ ദുആ ചെയ്യുന്നത്, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവരവരുടെ റബ്ബിലേക്ക് അവർ തന്നെയും സാമീപ്യ മാർഗം അള്ളാഹുവിലേക്ക് അടുക്കാൻ കൂടുതൽ അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. അയ്യുഹും അഖ്റബ്, ഏറ്റവും കൂടുതൽ അടുക്കാൻ വേണ്ടി വ്യത്യസ്തങ്ങളായ ഇബാദത്തിലൂടെ അവർ തന്നെയും പരിശ്രമിക്കുന്നവരാണ്. വയർജൂന റഹ്മതഹു, അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും വയഖാഫൂന അദാബഹു, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകളോടാണ് നിങ്ങൾ ദുആ ചെയ്യുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വഹാദിഹിൽ ആയത്തു അസ്ലുൻ യഖൂമു അലൈഹി അത്തൗഹീദ്, തൗഹീദിൻ്റെ അടിസ്ഥാനം നിലകൊള്ളുന്ന ഒരു ആയത്താണിത്. കാരണം വഹു അന്നല്ലാഹ സുബ്ഹാനഹു വ തആല ഗനിയ്യുൻ ബിദാത്തിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഗനിയാണ്, അവൻ പരാശ്രയമുക്തനാണ്, മറ്റൊരാളുടെയും ആശ്രയമില്ലാത്ത സ്വയം പര്യാപ്തതയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വ അന്നമാ സിവാഹു ഫഖീറുൻ ബിദാത്തിഹി, അതുപോലെ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ സ്വന്തമായി ദുർബലരുമാണ്. അപ്പം അള്ളാഹു അല്ലാത്ത ആരോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഫഖീറുകളാണ്, അള്ളാഹുലേക്ക് ആവശ്യക്കാരായ, അള്ളാഹുലേക്ക് സഹായം തേടേണ്ടവരായ ഫഖീറുകൾ അവസ്ഥയാണ് അവർക്ക്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവം നിങ്ങൾക്ക് നീക്കിത്തരാനോ എന്തെങ്കിലുമൊക്കെ ഒരു ഉപദ്രവം വരുന്നതിനെ തടുക്കുവാനോ ഒന്നും അവർക്ക് സാധിക്കുകയില്ല. അവരാകട്ടെ അള്ളാഹുലേക്ക് ആവശ്യക്കാരായ ആളുകളുമാണ്. അപ്പം ഇത്തരക്കാരായ പടപ്പുകളോട് എങ്ങനെയാണ് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്? അതെങ്ങനെ ശരിയാകും? നിങ്ങൾ സഹായം തേടിയാൽ എങ്ങനെ അവർക്ക് നിങ്ങൾക്ക് സഹായം ചെയ്തു തരാൻ സാധിക്കും? അല്ല, ആളുകൾ കാര്യം പോലെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ പലതും നീങ്ങുവാൻ വേണ്ടി അള്ളാഹു അല്ലാത്ത ആളുകൾ അടുക്കലേക്ക് പോയി പ്രയാസം പറയുന്നു, സഹായം ചോദിക്കുന്നു. ഇതിന് ഒരു റിസൾട്ട് കിട്ടുന്നെങ്കിലല്ലേ ഇത് ചെയ്യുന്നതിലെങ്കിലും ഒരു അർത്ഥമുള്ളൂ. അത് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും, എന്ത് നിസ്സാരമായ കാര്യങ്ങൾ ചോദിച്ചാലും അവർക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. നിങ്ങൾക്ക് വരാനിരിക്കുന്നൊരു പ്രയാസത്തെ തടുക്കാനോ നിങ്ങൾക്ക് വന്നൊരു പ്രയാസത്തെ നീക്കം ചെയ്തു തരാനോ ഇവർക്കാർക്കും സാധിക്കുകയില്ല. എന്നു മാത്രമല്ല, ഇവരെല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരുമാണ്. ഇവരെല്ലാവരും ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ നരകം പേടിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗത്തെ പ്രതീക്ഷിച്ച്, കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുപ്പം ലഭിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള സ്വന്തമായി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അള്ളാഹുലേക്ക് ആവശ്യക്കാരായ ഈ പടപ്പുകളോടാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഈ പടപ്പുകളോടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത് എന്ന കാര്യമാണ് മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുന്നത്. ഈ ആയത്തിനെക്കുറിച്ച് മഹാന്മാരായ മുൻഗാമികൾ ഇതാരെക്കുറിച്ചിട്ടാണ്, അഥവാ മക്കയിലെ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ എന്ന് പറയുന്നുണ്ട്, ഇതാരെക്കുറിച്ചിട്ടാണെന്നുള്ളത് വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചില മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് അത് മലക്കുകളെ കുറിച്ചിട്ടാണ്. അവർ മലക്കുകളോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ മലക്കുകളാകട്ടെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുന്നവരുമാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ചിലർ പറഞ്ഞത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ടാണ്, അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്ന നസ്രാണികളെ കുറിച്ചിട്ടാണ്. കാരണം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുലേക്ക് സാമീപ്യം പ്രതീക്ഷിച്ച് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച ആളാണ്. നിങ്ങൾ എന്നിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയോടാണ് പ്രാർത്ഥിക്കുന്നത്, അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഒരു പ്രയാസം നീക്കിത്തരാനൊന്നും സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മറ്റൊരു വിഭാഗം പറയുന്നത്, അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്, അത് സഹോദരങ്ങളെ മുസ്ലിമീങ്ങളായ ചില ജിന്നുകളോട് മക്കയിലുണ്ടായിരുന്ന ചില മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചിരുന്നു, അവരെ കുറിച്ചിട്ടാണ്. ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ചിട്ടാണ് ഒരു അഭിപ്രായം കൂടിയുണ്ട്. അതേപോലെ ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത് മക്കയിലുണ്ടായിരുന്ന ചില മുശ്രിക്കുകളായ ജിന്നുകൾ മുസ്ലിമീങ്ങളായി ഇതറിയാതെ നേരത്തെ അവരോട് പ്രാർത്ഥിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ വീണ്ടും അവരോട് പ്രാർത്ഥന തുടർന്നപ്പോഴാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് ഇറക്കിയിട്ടുള്ളത് എന്നാണ്. കാരണം ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലമായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു മസ്ഊദിൽ നിന്ന് ഉദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. കാന നഫറുൻ മിനൽ ഇൻസി യഅ്ബുദൂന നഫറൻ മിനൽ ജിൻ. മനുഷ്യന്മാരിൽപ്പെട്ട ചിലർ ജിന്നുകളെ ഇബാദത്ത് ചെയ്തിരുന്നു. മനുഷ്യന്മാരിൽപ്പെട്ട ചിലർ ജിന്നുകളെ ഇബാദത്ത് ചെയ്തിരുന്നു. അഥവാ ജിന്നുകൾ അന്ന് മുശ്രിക്കുകളായിരുന്നു എന്നർത്ഥം. ഫഅസ്ലമ നഫറു മിനൽ ജിന്നി. എന്നിട്ട് ആ ജിന്നുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് സ്വീകരിച്ച് അവർ മുസ്ലിമീങ്ങളായി. വസ്തംസകൽ ഇൻസു ബിഇബാദതിഹിം ഫനസല. എന്നാൽ ഈ മനുഷ്യരാകട്ടെ അവരെപ്പോഴും ഈ ജിന്നുകളോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹഖീഖത്ത്, അതിൻ്റെ യാഥാർത്ഥ്യം മുശ്രിക്കുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ. നിങ്ങൾ ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? ഈ ജിന്നുകൾ മുസ്ലിമീങ്ങളായി അവർ അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് സ്വന്തമായി ഒരു കാര്യവും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ട് നീക്കിത്തരാൻ സാധിക്കുകയില്ല. വന്ന കാര്യങ്ങൾ അത് മാറ്റാനോ ദൂരീകരിക്കാനോ ഒന്നും അവർക്ക് സാധിക്കുകയില്ല. അവർ പേടിച്ച് അള്ളാഹുവിലേക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ഇബാദത്ത് എടുത്തുകൊണ്ടേയിരിക്കുന്ന സാലിഹ്യങ്ങളായ ജിന്നുകളാണ്. അവരോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് സഹോദരങ്ങളെ ഈ തഫ്സീറിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. അവരുടെ പ്രത്യേകത എന്താണ്? ഇവർ ആരോടാണോ ദുആ ചെയ്യുന്നത് അവർ യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീലത അയ്യുഹും അഖ്റബ്. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തെത്താൻ വേണ്ടി അങ്ങനെയുള്ള സാമീപ്യ മാർഗങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയർജൂന റഹ്മതഹു വയഖാഫൂന അസാബ. അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ കോപത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്നാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഈ വിഷയത്തിലാണ് ഇറക്കിയിട്ടുള്ളത് എങ്കിലും, അഥവാ മുസ്ലിമീങ്ങളായ ജിന്നുകളുടെ വിഷയത്തിലാണ് ഇറക്കിയിട്ടുള്ളത് എങ്കിലും പണ്ഡിതന്മാർ പറയുന്നു ഇത് മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന എല്ലാവർക്കും ബാധകമാണ്. അഥവാ അവർ ഇതേപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമെ പ്രാർത്ഥിച്ച നസ്രാണികൾ ഉണ്ടായിരുന്നു. അഥവാ മലായിക്കത്തുകളോട്, അതുപോലെ മലായിക്കത്തുകളോട് പ്രാർത്ഥിച്ച ആളുകളുണ്ടായിരുന്നു. ഇവർക്കെല്ലാം ഇത് ബാധകമാണ്. ഈ പറയുന്ന ആളുകളെല്ലാം അള്ളാഹുലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുലേക്ക് സഹായം തേടുന്ന ആളുകളായിരുന്നു. എന്നിട്ട് അവരോടാണ് ഇവർ പ്രാർത്ഥിക്കുന്നത്. എന്തിനു വേണ്ടി? ഇവരുടെ വിശപ്പ് മാറാൻ, ഇവരുടെ പ്രയാസം നീങ്ങാൻ, ഇവരുടെ രോഗം മാറാൻ, ഇവരുടെ കച്ചവടം പൊട്ടിപ്പോയത് അത് ശരിയാവാൻ, അങ്ങനെ ഉള്ള കാര്യങ്ങൾ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകളോട് അവരുടെ ആ ചോദ്യത്തിൻ്റെ നിരർത്ഥകത ബോധ്യപ്പെടുത്തുകയാണ്. അത് യഥാർത്ഥത്തിൽ അവർ പലപ്പോഴും ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. അവർ പലപ്പോഴും ഇങ്ങനെ കപ്പലിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, അങ്ങനെ കപ്പൽ പ്രയാസപ്പെട്ട് ആടി ഉലയുന്ന സമയത്ത് ആ ആടി ഉലയുന്ന കപ്പലിനെ പിടിച്ചു നിർത്താനോ ആ വന്ന പ്രയാസം, ആ ദുരന്തം അതിനെ നീക്കം ചെയ്യാനോ ഈ പറയുന്ന ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയാം. അതുകൊണ്ടാണ് അത്തരം സാഹചര്യങ്ങളിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചത്. അത് മക്കയിലെ മുശ്രിക്കുകൾക്ക് അറിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നന്ദി കെട്ടവരായി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലാതെ മറ്റുള്ളവരോടും കൂടി പ്രാർത്ഥിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. നിങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ നീക്കാൻ ഇവരാരും ഉണ്ടായിട്ടില്ല, ഇവർക്ക് ആർക്കും ഒന്നും ഉണ്ടാകുകയുമില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്താൻ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ട് അത് നീങ്ങി പോകുന്നതും മുശ്രിക്കുകൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവിടെ ഭയങ്കരമായ പനി ഉണ്ടാകും. മദീനയിൽ എത്തുന്ന ആളുകൾക്കൊക്കെ ശക്തമായ പനി ഉണ്ടാകും, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോട് ദുആ ചെയ്തു ആ പനിയെ ജുഹ്ഫയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി. ജുഹ്ഫ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണ്. ജുഹ്ഫ എന്ന് പറയുന്നത് മക്കയുടെ അടുക്കലുള്ള വേറൊരു സ്ഥലമാണ്. അപ്പോൾ മദീനയിൽ നിന്നും അത് ജുഹ്ഫയിലേക്ക് മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും അതങ്ങനെ ജുഹ്ഫയിലേക്ക് മാറ്റുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങനെയുള്ള കഴിവുള്ളത് അത് മുശ്രിക്കുകൾക്കറിയാം. അതുപോലെ അള്ളാഹുവിന് പുറമെ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിന് പുറമെ ഇവർ ദുആ ചെയ്യുന്ന ഈ പറയുന്ന ആളുകൾക്ക് അതിനുള്ള കഴിവില്ല എന്നതും മക്കയിലെ മുശ്രിക്കുകൾക്ക് ബോധ്യമുണ്ട്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്നത്. അവരാകട്ടെ, ഈ പറയുന്ന വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവരാകട്ടെ, അവർ അള്ളാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുന്നവരാണ്.
അള്ളാഹുലേക്ക് സാമീപ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അവർ തൗഹീദുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർ വ്യത്യസ്തങ്ങളായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അവർക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അവരടുക്കുന്നവരായിരിക്കും. മുസ്ലിമീങ്ങളായി ജിന്നാകട്ടെ, മലായിക്കത്തുകളാകട്ടെ, അതുപോലെ തന്നെ ഈ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമയാകട്ടെ, ഇവരെല്ലാവരും അള്ളാഹുലേക്ക് സാമീപ്യം സിദ്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. ഇവർക്കാർക്കും പ്രാർത്ഥിക്കപ്പെടാൻ അർഹതയില്ല എന്നാണ്. ഇപ്പം ഈ ആയത്തിൽ നിന്ന് 3 ഫായിദകളുള്ളതായി ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ പറയുന്നത് കാണാം. വഹാദാ യുഫീദു സാമിഅ 3 ഫവായിദ് കുല്ലുഹാ തുഹഖഖു മഖ്സൂദൽ ബാബ്. ഈ അധ്യായത്തിൻ്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്ന, ലക്ഷ്യത്തിനെ സാധൂകരിക്കുന്ന പ്രധാനപ്പെട്ട 3 ഫായിദകൾ ഈ ആയത്തിലുണ്ട് എന്നാണ്. ഈ ആയത്തിൽ 3 കാര്യങ്ങൾ അഥവാ തൗഹീദിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്ന ഒന്നാമത്തെ കാര്യം, അഥവാ തൗഹീദും ശിർക്കും വേർതിരിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്താണത്? അൽ-ഫായിദത്തുൽ ഊല അന്നല്ലാഹ ഹുവൽ ഗനിയ്യു ബിദാതിഹി സുബ്ഹാനഹു വതആല വജമീഉൽ മഖ്ലൂഖീൻ ഫുഖറാഉ ഇലാ ബിദവാതിഹിം. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് സ്വന്തമായി മറ്റൊരാളുടെയും ആശ്രയമില്ലാതെ ധന്യനായവൻ. അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന് പുറമേയുള്ള മുഴുവൻ പടപ്പുകളും അവർ സ്വന്തം ഫക്കീറുകളാണ്. സ്വന്തമായി അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവർ ഫക്കീറുകളാണ് എന്നുള്ളതാണ്. മറ്റാരുടെയെങ്കിലും സഹായം കിട്ടിയാൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സ്വന്തത്തിനൊരു സഹായം ലഭിക്കുന്നത്. സ്വന്തമായിട്ട് മറ്റൊരാൾക്കും ഉപകരിക്കാൻ സാധിക്കുന്നില്ല, സ്വന്തമായിട്ട് തനിക്ക് തന്നെ ഒരു ഉപകാരവും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഫുഖറാക്കളാണ് ബാക്കിയുള്ള മഖ്ലൂക്കീങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ വഹാദ യൂജിബു ശർഅൻ വ അഖ്ല, ഇത് ബുദ്ധി കൊണ്ടും ശരീഅത്ത് കൊണ്ടും നമുക്ക് നിർബന്ധമാക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ ഏകനാക്കപ്പെടണം. കാരണം അള്ളാഹ്ക്ക് മാത്രമേ എല്ലാത്തിനും കഴിവുള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് ഒന്നിനും കഴിവില്ല. വഅൻ ഖൽബു ബിൽ ഗനിയ്യി സുബ്ഹാനഹു വതആല, എല്ലാത്തിനും പോകുന്ന, എല്ലാത്തിനും ധന്യനായ അള്ളാഹുവിൽ മാത്രമായിരിക്കണം നമ്മുടെ കൽബ് എപ്പോഴും ബന്ധിപ്പിക്കേണ്ടത്. ഒരു ആവശ്യം ഉണ്ടാകുമ്പോൾ, ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൽബ് അള്ളാഹുവിൽ മാത്രം ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അൻ തകൂന റഗ്ബതു ഇലൈഹി വറഹബതു മിൻഹു, എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ എന്തെങ്കിലുമൊക്കെ പേടിയിൽ നിന്നുമെല്ലാം രക്ഷയുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? കൽബിനെ എന്ത് ചെയ്യണം? ബന്ധിപ്പിക്കണം എന്നുള്ളതാണ്. കാരണം ബാക്കിയുള്ളതെല്ലാം ഫുഖറാക്കളാണ്. അത് എത്ര വലിയ ഔലിയാക്കളാകട്ടെ, എത്ര വലിയ സാലിഹ്യങ്ങളാകട്ടെ, നബിമാരാകട്ടെ, എല്ലാവരുടെയും അവസ്ഥ അതാണ്. അവർക്കാർക്കും സ്വന്തമായി ഒരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. എന്നിട്ടല്ല മറ്റൊരാൾക്കൊരു ഉപകാരം ചെയ്യുന്നത്. അവർക്കാർക്കും സ്വന്തത്തിന് വന്നൊരു ഉപദ്രവം നീക്കാൻ സാധിക്കുകയില്ല. എന്നിട്ടല്ലേ മറ്റൊരാൾക്ക് വേണ്ട ഉപദ്രവം നീക്കിക്കൊടുക്കാൻ സാധിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഫായിദ. കാരണം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹ് അല്ലാത്ത ഒരാളിലേക്കും ഒരാളും തിരിയുകയില്ല. കാരണം അവരെല്ലാവരും ഫുഖറാക്കളാണ്. രണ്ടാമത്തെ കാര്യം അൽ ഫായിദത്തു സാനിയ അന്നക അൻത അയ്യുഹൽ മുഖാതബ് അൽ ആൻ വല്ലദി തസ്മഉ ഹാദിഹിൽ ആയ. ഈ ആയത്ത് കേൾക്കുന്ന അഭിസംബോധിതനായ മനുഷ്യ, ഇന്നക ഫഖീറുൻ ഇലല്ലാഹി സുബ്ഹാനഹു വതആല കഉലൈക, അക്കൂട്ടരെല്ലാം അള്ളാഹുവിലേക്ക് ഫക്കീറുകളായി ആവശ്യക്കാരായതുപോലെ തന്നെ നീയും അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ്. കൽ മലായിക, മലക്കുകളെ പോലെ, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമെ പോലെ, ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം, ഉസൈറിനെ പോലെ, വൽ ജിന്നുല്ലദീന ആമനു ഫീ സമനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മുഅ്മിനായ ജിന്നുകളെ പോലെ അവരെല്ലാം അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണെങ്കിൽ നീയും അവരെ പോലെ ആവശ്യക്കാരനാണ്. അൻത ഫഖീറുൻ ഇലല്ലാഹി മിസ്ലഹും ഫകുൻ മിസ്ലഹും മുവഹിദൻ ലില്ലാഹ്, അവരെ പോലെ നീയും എന്ത് ചെയ്യുക? മുവഹിദാവുക. അവരെല്ലാവരും അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്, അതുപോലെ നീയും അള്ളാഹുലേക്ക് ആവശ്യക്കാരനാണ്. അതുകൊണ്ട് നീ അള്ളാഹുലേക്ക് അവരെ പോലെ മുവഹിദാകുക. താഇഅൻ ലില്ലാഹ്, അള്ളാഹുലേക്ക് സദാ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട്, മുഅല്ലഖൻ ഖൽബക ബില്ലാഹ്, നിന്റെ ഖൽബ് അള്ളാഹുലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട്, റാജിയൻ ജന്നത്ത് അല്ലാഹ്, അള്ളാഹുവിൻ്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, ഖായിഫൻ മിൻ അദാബില്ലാഹ്, അള്ളാഹുവിൻ്റെ നരകത്തെ പേടിച്ചുകൊണ്ട്, റഗ്ബതുക ഇലല്ലാഹ്, നീ അള്ളാഹുലേക്ക് എപ്പോഴും ആഗ്രഹം വെച്ച് പുലർത്തിക്കൊണ്ട്, വറഹ്ബതുക മിനല്ലാഹ്, നിന്റെ പേടിയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ മാത്രമായിരിക്കണം. ലിഅന്നക ഫഖീറുൻ മിസ്ലഹും, കാരണം നീ അവരെ പോലെ ഫഖീറാണ്. ബൽ അൻത അശദ്ദു ഫഖറ, നീ അവരെക്കാളും എന്താണ്? ഫഖീറാണ്. കാരണം ആ പറയപ്പെട്ട ആളുകളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാലിഹീങ്ങൾ, നബിമാര്, മലായിക്കത്തുകളൊക്കെ കുറിച്ചിട്ടാണ് ഈ ആയത്തിൽ പറഞ്ഞത്. അപ്പം അവരെല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ നീ തിരിയണ്ടേ? അതിനേക്കാളും കൂടുതൽ നീ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് ഈ പറയുന്ന പുണ്യങ്ങൾ കൊണ്ട് അടുക്കാൻ ശ്രമിക്കണം. അപ്പം നിന്നേക്കാളും ഷറഫുള്ള ആളുകൾ അള്ളാഹുവിനെ പേടിച്ച്, നരകത്തെ പേടിച്ച്,
സ്വർഗത്തെ ആഗ്രഹിച്ച് അള്ളാഹുവിലേക്ക് നേർക്കുനേരെ മുവഹിദായി ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആ കാര്യം ചെയ്യാൻ നീയാണ് ബാധ്യസ്ഥൻ എന്ന കാര്യം കൂടി ഈ ആയത്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഫായിദ പറഞ്ഞത് അള്ളാഹ് മാത്രമാണ് ഗനി, ബാക്കിയെല്ലാം ഫുഖറാക്കളാണ്. അള്ളാഹ് മാത്രമാണ് ധന്യനായവൻ, എല്ലാത്തിനും കഴിവുള്ള, എല്ലാം നൽകാൻ കഴിവുള്ളവൻ, ബാക്കിയെല്ലാം ആവശ്യക്കാരാണ്, ഒന്നും നൽകാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യം, ഈ ആവശ്യക്കാരെല്ലാം അള്ളാഹുലേക്ക് തിരിയുന്നതാണ് നീ കാണുന്നത് എങ്കിൽ നീയും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിയേണ്ടതാണ്. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, ഓ മുഅ്മിനീങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കുക, വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുലേക്ക് സാമീപ്യം കിട്ടുന്ന മാർഗങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കാംക്ഷിക്കണം, അതിനെ തേടി നിങ്ങൾ പോകണം. എന്താണ് അള്ളാഹുലേക്ക് സാമീപ്യം ലഭിക്കുന്ന മാർഗങ്ങൾ? വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹുലേക്ക് വസീലത്ത് സാമീപ്യമുള്ള മാർഗം നിങ്ങൾ സ്വീകരിക്കണം. ഇന്ന് സൂറത്തുൽ മാഇദയിൽ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം എന്താണ്? മഹാനായ മുഖാത്ത് ബിൻ സുലൈമാൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കാണാം, വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ യഅനി ഫി ത്വാഅതിഹി ബിൽ അമലി സ്വാലിഹ്, സാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ചിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കും. അതാണ് അള്ളാഹുലേക്ക് നിന്നെ അടുപ്പിക്കുന്ന മാർഗം. മഹാനായ ഖതാദ താബിഈയാണ്, അദ്ദേഹം പറയുന്നു, തഖറബു ഇലൈഹി ബിത്വാഅതിഹി വൽ അമലു ബിമാ യുർദീഹി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും പുണ്യങ്ങൾ കൊണ്ടും നീ അള്ളാഹുലേക്ക് സാമീപ്യം സിദ്ധിക്കുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അള്ളാഹുവിന് എന്തെല്ലാം തൃപ്തി ഉണ്ടാകുന്നോ ആ കാര്യങ്ങളെല്ലാം ചെയ്ത് റബ്ബിൻ്റെ തൃപ്തി കരസ്ഥമാക്കുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ ആയത്ത് ചില ആളുകൾ നേരെ അട്ടിമറിക്കുക. സുബ്ഹാനല്ലാഹ്, തൗഹീദ് കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ പറഞ്ഞ ഈ ആയത്തിന് ചില ആളുകൾ അർത്ഥം വെക്കുന്നത് എന്താണ്? വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് ചില മധ്യവൃത്തികളെ സ്വീകരിക്കണം, അള്ളാഹുലേക്ക് അടുക്കാനുള്ള ചില മാർഗങ്ങൾ സ്വീകരിക്കണം. ഈ കാണുന്ന മക്കാമുകളിലുള്ള മരണപ്പെട്ടുപോയ, മറമാടപ്പെട്ടുപോയ പുണ്യാത്മാക്കളായ ആളുകളെല്ലാം നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗങ്ങളായി നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് അവരോട് പ്രാർത്ഥിക്കലാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം, അവരോട് ചോദിക്കലാണ്, അവരോട് ശുപാർശ ചെയ്യിപ്പിക്കലാണ് അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിന് ദുർവ്യാഖ്യാനിക്കുക. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അവരെന്താണ് ഈ ആയത്തിന് ദുർവ്യാഖ്യാനിക്കുന്നതിലൂടെ ചെയ്തിട്ടുള്ളത്? അവർ തൗഹീദിനെ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മുശ്രിക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ഷേപിച്ചിട്ടുള്ളത്, അതേ കാര്യം തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്രിക്കുകൾ ആക്ഷേപിക്കാനുള്ള കാരണം? സൂറത്തുൽ സുമറിലെ 3-ാമത്തെ ആയത്ത് നോക്കുക. അള്ളാഹു പറയാണ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അറിയുക അള്ളാഹുവിനാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം, അഥവാ ശിർക്കില്ലാത്ത പൂർണ്ണമായ തൗഹീദുള്ള ദീൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ സമർപ്പിക്കണം. വല്ലദീന ഇത്തഖദു മിൻ ദൂനിഹി ഔലിയാ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികൾ, ഔലിയാക്കളെ സ്വീകരിച്ച ആളുകൾ. മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം പറയാം. അവർ പറയുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അവർ പറയുന്നു നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു സാമീപ്യം സിദ്ധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇക്കൂട്ടരെ ആരാധിക്കുന്നില്ല. അതോ അവർ ഈ വബ്തഗു ഇലൈഹിൽ വസീല എന്നുള്ളത് മക്കയിലെ മുശ്രിക്കുകൾ മനസ്സിലാക്കിയതുപോലെയാണ് ഇന്നത്തെ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ എന്താ മനസ്സിലാക്കിയത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയഖരിബൂനാ ഇലല്ലാഹി സുൽഫ, അള്ളാഹുവിലേക്ക് ഒരു അടുപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അവരോട് പ്രാർത്ഥിക്കുന്നത്. വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ ആ ഖബറിങ്കൽ കൊണ്ടുപോയി, ലാത്തയുടെ ഖബറിങ്കൽ, ഉസ്സയുടെ ഖബറിങ്കൽ, മനാത്തയുടെ ഖബറിങ്കൽ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിങ്ങൽ, ഇതെല്ലാം കൊണ്ടുപോയി അർപ്പിക്കുന്നത് സഹോദരങ്ങളെ ഒരൊറ്റ ലക്ഷ്യമേ അവർക്കുള്ളൂ, മാ നഅ്ബുദുഹും ഇല്ലാ ലിയഖരിബൂനാ ഇലല്ലാഹ് എന്ന് പറഞ്ഞത് അല്ല, ഇലൽ ലാത്ത അല്ലെങ്കിൽ ഇലൽ ഉസ്സ ഇല മനാത്ത എന്ന് പറഞ്ഞിട്ടില്ല. ലാത്തയിലേക്ക് സമീപം ഉണ്ടാക്കാനല്ല, മനാത്തയുടെ പ്രീതി പിടിച്ചു പറ്റാനല്ല, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ പ്രീതി പിടിച്ചു പറ്റാനല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടാനാണ് ഇവർക്ക് ആരാധന നൽകിയത്. അഥവാ അള്ളാഹു തന്നെയാണ് അവർക്ക് ഏറ്റവും സാമീപ്യം കിട്ടേണ്ടത്. ആരാണ്? അവരാണത് ഏറ്റവും വലുതായി കാണുക. ഇതുവരെ മാർഗങ്ങളായിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും കണ്ടിരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്നിട്ട് അല്ലാഹു പറയണം, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്ന ഈ തൗഹീദിന്റെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിധി പറയും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ, എല്ലാം അറിഞ്ഞിട്ട് കളവാക്കുന്ന നിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല എന്ന് വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സുമറിലെ 3-ാമത്തെ ആയത്തിൽ സഹോദരങ്ങളെ പറയാം. അപ്പോൾ വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തൊട്ട് മുമ്പ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ആയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായി പുണ്യങ്ങൾ അർപ്പിച്ച് ഈ പറയുന്ന ജിന്നുകളും
മുസ്ലിമീങ്ങളായ ജിന്നുകളും അതുപോലെ മലായിക്കത്തുകളും നബിമാരുമെല്ലാം അള്ളാഹുലേക്ക് അടുത്തതുപോലെ നമ്മളോട് അടുക്കണം എന്നുള്ള കൽപ്പനയാണ് ഈ ആയത്തിലുള്ളത്. വമിത്തഖൂ ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ആയത്തിന് നേരെ അട്ടിമറിച്ച ആളുകൾ എന്താ ചെയ്യുന്നത്? മക്കയിലെ മുശ്രിക്കുകൾ അവർ തൗഹീദിനെ മനസ്സിലാക്കിയതുപോലെയാണ് മനസ്സിലാക്കുന്നത്. അഥവാ അള്ളാഹുലേക്ക് അടുക്കാനുള്ള ചില ആളുകളെ നമ്മൾ മധ്യവർത്തികളായി സ്വീകരിക്കണം, അവരോട് പ്രാർത്ഥിക്കണം, അവരോട് സഹായം തേടണം. അങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, അവർ അള്ളാഹുവിനെ ചില പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള ചില പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തി അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരം വെച്ച് പുലർത്തിയിരിക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അവർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണെന്ന് മനസ്സിലായിട്ടില്ല. അള്ളാഹുവിന് എല്ലാവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ സാധിക്കുമെന്നും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കേൾക്കുകയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് പൂർത്തീകരിക്കുകയും അങ്ങനെ എല്ലാം ചെയ്താലും അള്ളാഹുവിന്റെ ഖജനാവിൽ ഒരിറ്റുപോലും കുറയുകയുമില്ല എന്നുള്ള അചഞ്ചലമായ തൗഹീദിന്റെ വിശ്വാസം സഹോദരങ്ങൾ ഇവർക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും അള്ളാഹ് എന്നെ പരിഗണിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാവരും പറയുമ്പോൾ എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിഗണിക്കുമോ? ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വേറെ ചില മാർഗങ്ങളൊക്കെ നോക്കിയിട്ട് അള്ളാഹിൻ്റെ അടുക്കിലേക്ക് എത്തണം എന്നൊക്കെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായാണ് തൗഹീദിനെ കുറിച്ച് പറഞ്ഞു തന്നത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. നബിയെ, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ, എത്ര കൃത്യമായിട്ടാണ് ഒരു അടിമക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന വാക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് ചോദിച്ചാൽ നബി എന്താ പറയേണ്ടത്? ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുള്ളവനാണെന്ന് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്താണ്. അവൻ്റെ കഴിവ് കൊണ്ടും അവൻ്റെ ഖുവ്വത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്താണ്. 7 ആകാശത്തിന് മുകളിലാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരെയുള്ളവനല്ല. മറിച്ച് നമ്മുടെ കാര്യങ്ങൾ അറിയാൻ, നമ്മുടെ ചുണ്ടുകൾ അനങ്ങുന്നത് മനസ്സിലാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തു തന്നെയുണ്ട്. അതാണ് ശേഷം പറയുന്നത്, ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅ, എന്നോട് ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്താൽ അത് ഞാൻ ഉത്തരം ചെയ്യും. അള്ളാഹുവിനെ കേൾപ്പിക്കാൻ മറ്റൊരാളുടെയും ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യങ്ങൾ എത്തിക്കാൻ മറ്റൊരാളുടെയും ആവശ്യമില്ല. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവർക്ക് ഉത്തരം ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പറയണമെങ്കിൽ ഒരു മധ്യവർത്തിയെ സ്വീകരിക്കണമെന്ന് പറയണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ ആയത്താണിത്. ഇവിടെയാണ് പറയേണ്ടത്. ആർക്കെങ്കിലും എന്നോട് ദുആ ചെയ്ത് ഉത്തരം കിട്ടണമെങ്കിൽ ഇതാ അവൻ നബിയുടെ ഖബറിലേക്ക് പോകട്ടെ, ഇതാ സാലിഹീങ്ങളുടെ അടുക്കലേക്ക് പോകട്ടെ എന്ന് പറയേണ്ട ഒരു രംഗമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ദുആക്ക് ഉത്തരം നൽകും. തട്ടിക്കളയും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല. അത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാക്കാൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കാൻ മറ്റൊരാളെ മധ്യവർത്തികളെ സ്വീകരിക്കുക എന്നുള്ളത് മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് അള്ളാഹു പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ എന്ത് ചെയ്യണം? ഫല്യസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ, അവർ എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കട്ടെ, എന്നിൽ വിശ്വസിക്കട്ടെ, എങ്കിൽ അവർ സന്മാർഗികളായി തീരും, സന്മാർഗത്തിന്റെ വഴിയിലായി തീരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. എന്നാൽ ഇന്ന് ഖബറിലേക്ക് പോകുന്ന, ദർഗകളിലേക്ക് പോകുന്ന, ഉറൂസുകളെ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകളോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാക്കിനെ കളവാക്കിയതുപോലെയാണ്. ഫഇന്നി ഖരീബ്, അള്ളാഹു അടുത്തുണ്ട്. എന്നിട്ടാണ് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് ഏർവാടിയിലേക്ക് പോകുന്നത്, കിലോമീറ്ററുകൾ താണ്ടിയിട്ട് അജ്മീറുകളിലേക്ക് പോകും, നാഗൂറിലേക്കും അതുപോലെ തന്നെ സഹോദരങ്ങളെ സകല സ്ഥലങ്ങളിലേക്കും അവർ മൈലുകൾ താണ്ടി പോകുന്നത് അടുത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കിയിട്ടാണ്. വിളിച്ചാൽ എത്രയും പെട്ടെന്ന് കേൾക്കുന്ന, ഏറ്റവും ആദ്യം കേൾക്കുന്ന, പൂർണ്ണമായി ഉത്തരം നൽകാൻ കഴിവുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്. എന്നിട്ടാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കഴിവുമില്ലാത്ത, ഇനി അവരെ കേട്ടാൽ പോലും ഉത്തരം ചെയ്യാൻ സാധിക്കാത്ത, ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത, മരിച്ചുപോയ, മണ്ണായിപ്പോയ, അവരുടെ കാര്യത്തിൽ തന്നെ ബേജാറുള്ള, അവരുടെ സ്വർഗത്തിന്റെ കാര്യത്തിൽ പ്രതീക്ഷയും അവരുടെ നരകത്തിന്റെ കാര്യത്തിൽ പേടിയുമുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നത് എന്നാണ്. അപ്പൊ തൗഹീദിന്റെ അടിസ്ഥാനം, തൗഹീദ് എന്താണെന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കി തരുന്ന ആയത്താണിത്. മൂന്നാമത് ഈ ആയത്തിലുള്ള ഫായിദ, അൽ ഫായിദത്തു സാലിസ അന്ന തൗഹീദ് അല്ലാഹ് ഇന്നമാ യകൂനു ബിഇബാദത്തില്ലാഹ് വതർകി ഇബാദത്തി മാ സിവ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് അത് എങ്ങനെ മാത്രമാണ്? ഇബാദത്തുകൾ അല്ലാഹുവിനായിരിക്കണം. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഒഴിവാക്കണം. അല്ലാഹുവിന് പുറമെ ഒരാൾക്കും ഒരു ആരാധനയും നൽകാൻ പാടില്ല. നമ്മൾ ഡോക്ടറോട് സഹായം ചോദിക്കുന്നവർക്ക് ആരാധന നൽകുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇവർക്കറിയാം. ഉമ്മയോട് സഹായം ചോദിക്കുന്നവർക്ക് ആരാധന നൽകുന്നില്ല
എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഖബറിങ്കൽ പോയി നീ പ്രാർത്ഥിച്ചാൽ അത് അവർക്കുള്ള ആരാധനയാണ്. ഖബറിങ്കൽ പോയി നീ ആടിനെ അറുത്തു കഴിഞ്ഞാൽ അത് അവർക്കുള്ള ആരാധനയാണ് എന്നുള്ളത് ഏത് ബുദ്ധിയുള്ള ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഫഹാദ തഫ്സീറുൻ ലിത്തൗഹീദ്, ഇതാണ് തൗഹീദിനുള്ള തഫ്സീർ എന്നുള്ളത് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ നിന്നും സഹോദരങ്ങളെ, തൗഹീദ് എന്ന് പറഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ചോദിക്കലും അള്ളാഹുവിന് പുറമെ ഒരാളോടും ഒന്നിനും ചോദിക്കാൻ പാടില്ല എന്ന് അറിയിക്കുന്ന പാഠമാണ് തൗഹീദിനുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത് മറ്റൊരായത്ത് തൗഹീദ് അനുസരിക്കുന്നവർ, തൗഹീദ് പാലിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അതിൻ്റെ തഫ്സീറാണ് അദ്ദേഹം രണ്ടാമത് കൊടുക്കുന്നത്. ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലിഹി വഇദ് ഖാല ഇബ്രാഹിം ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ഇല്ല അല്ലദീ ഫതറനി അൽ ആയ. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? വഇദ് ഖാല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം ലിഅബീഹി, തൻ്റെ ഉപ്പയോട്, വഖൗമിഹി, ഉപ്പയുടെ ചുറ്റുമുണ്ടായിരുന്ന മുശ്രിക്കുകളായ സമുദായത്തോട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ, നിങ്ങൾ എന്തൊന്നിനെയാണോ ഇബാദത്ത് ചെയ്യുന്നത് അതിൽ നിന്നെല്ലാം ഞാനിതാ ബന്ധവിച്ഛേദനം അറിയിക്കുകയാണ്, ബറാഅത്ത് അറിയിക്കുകയാണ്. എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇല്ലല്ലദീ ഫതറനി, എന്നെ പടച്ചവനായ റബ്ബൊഴികെ. കാരണം ആ റബ്ബിനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ റബ്ബിനോട് ഞാൻ ബറാഅത്തില്ല. മുഴുവൻ നിങ്ങൾ ആരാധിക്കുന്ന മുഴുവൻ വസ്തുക്കളെയും ഞാനിത് നിഷേധിക്കുകയാണ്. ഇല്ലല്ലദീ ഫതറനി, എന്നെ പടച്ചവനായ റബ്ബിനെ മാത്രമാണ് ഞാൻ ബാക്കി വെക്കുന്നത്. ഇത് ഏതുപോലെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരാരാധ്യനുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ. കാരണം അവർ മാത്രമാണ് അർഹതയുള്ളത്. അതുപോലെയാണ് ഇന്നനി ബറാഉ മിമ്മാ തഅബുദൂൻ ലാ ഇലാഹ, നിങ്ങൾ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഞാനിതാ നിഷേധിക്കുകയാണ്, എനിക്ക് ബറാഅത്താണ്, ബന്ധവിച്ഛേദനം പ്രഖ്യാപിക്കുകയാണ്. ഇല്ലല്ലാഹ് ഇല്ലല്ലദീ ഫതറനി, എന്നെ പടച്ചവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴികെ എന്നുള്ളത്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ അല്ലെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ആയത്തുൽ കുർസിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട്. ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹ് ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ ലാ ഇൻഫിസാമ ലഹാ, ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിച്ചു കഴിഞ്ഞാൽ, ഫമൻ യക്ഫുർ ബിത്താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ആരാണ് നിഷേധിക്കുന്നത്, വയുമിൻ ബില്ലാഹ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്നത്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഖദ് ഇസ്തംസക ബിൽഉർവത്തിൽ വുസ്ഖാ, അവനാണ് ബലവത്തായ കയറിൽ പിടിച്ചിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലയുടെ കയറിൽ മുറുകെ പിടിച്ച അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയവൻ ആരാണ്? അള്ളാഹുവിന് പുറമെയുള്ള സകലതിനെയും നിഷേധിച്ച് അതിനെല്ലാം ഒഴിവാക്കിയിട്ട് അതിനെല്ലാം വെറുത്തിട്ട് അള്ളാഹുവിനെ മാത്രം വിശ്വസിച്ചവനാണ്. ലം ഫിസാമ ലഹ, ആ കയറ് പൊട്ടിപ്പോകുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പ്രഖ്യാപിച്ചതാണ്. അതിൽ നമുക്ക് മാതൃകയുണ്ടെന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്, തീർച്ചയായും നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലു ലിഖൗമിഹിം, അവരുടെ ചുറ്റുമുണ്ടായിരുന്ന ആ മുശ്രിക്കുകളോട് അവർ പറഞ്ഞു, ഇന്നാ ബുറആഉ മിൻകും, തീർച്ചയായും നിങ്ങളോട് നമ്മളിതാ ബന്ധവിച്ഛേദനം അറിയിക്കുക, നിങ്ങളെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകല വസ്തുക്കളോട് ഞങ്ങളിതാ ബറാഅത്ത് പ്രഖ്യാപിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, വൽ മഖ്സൂദ് ബിൽ ബറാഅത്തി മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളോട് ബറാഅത്ത് കാണിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുഗ്ളുഹും ലിശിർക്കിഹിം, അവരുടെ ശിർക്കിനുള്ള വെറുപ്പാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇദൻ ഹത്താ തകൂന മുവഹിദൻ, അങ്ങനെയാണ് നിനക്കൊരു മുവഹിദാക്കാൻ സാധിക്കുകയുള്ളൂ. നിന്റെ തൗഹീദ് ശരിയാകണമെങ്കിൽ ലാബുദ്ദ അൻ തഅബുദല്ലാഹ വഹ്ദഹ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം. വലാ ബുദ്ദ അൻ തസ്ലമ മിൻ ശിർക്കി ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടണം. വലാ ബുദ്ദ അൻ തക്ഫുറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നീ എന്ത് ചെയ്യണം? നിഷേധിക്കണം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്, ഫലൗ അന്ന ഇൻസാനൻ അബദല്ലാഹ് സുബ്ഹാനഹു വ തആല, ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്തു, വമാ അശ്റക ബിഹി, അല്ലാഹുവിനെ ഒന്നും പങ്കു ചേർത്തിട്ടില്ല, ലകിന്നഹു ലം യക്ഫുർ ബിത്തവാഗീത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒന്നിനെയും അവൻ നിഷേധിച്ചിട്ടില്ല. ലം യക്ഫുർ ബിമാ ഉബിദ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ഒന്നിനെയും അവൻ എന്ത് ചെയ്യുന്നില്ല? നിഷേധിക്കുന്നില്ല. അവൻ പറയാണ്, വഖാല ലാ അന ലാ അക്ഫുർ ബിഹാദിഹിൽ ആലിഹ, ഞാൻ ഇതിനൊന്നും നിഷേധിക്കുന്നില്ല. ലാകിൻ അന ലാ ഉശ്രിക്, ഞാൻ ശിർക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഈ പറയുന്ന കാര്യത്തിലൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല എങ്കിൽ ഫഹാദിഹി ഹിയ അൽ ഹഖീഖ മാ വഹദല്ലാഹു സുബ്ഹാനഹു വ തആല വലാ ദഖല ഫിൽ ഇസ്ലാം, അവൻ ശരിക്കും മുവഹിദ് ആയിട്ടില്ല എന്നാണ്, അവൻ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ പറയാണ്, ഞാൻ അള്ളാഹനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ
ഇനി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമോട് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുന്ന ആളുകൾ അങ്ങനെ വിളിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. റിഫായി ഷെയ്ഖിനെ വിളിക്കുന്നവർ അങ്ങനെ വിളിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രീകൃഷ്ണനെ വിളിക്കുന്നവർ അവർ വിളിക്കട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ശരിയാണ്, നമ്മുടെ നാട്ടിലുണ്ടായേക്കാം, പക്ഷെ നമ്മൾ ദീനിലുണ്ടോ? നമ്മുടെ ദീനിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും അത് വ്യർത്ഥമാണ്, ബാത്തിലാണ്, അതിനൊന്നും അർഹതയില്ല. അതുകൊണ്ട് അതിനെല്ലാം ഞാൻ നിഷേധിച്ചു തള്ളിയിരിക്കുന്നു എന്നൊരാൾ കൽബ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ അൽ മുവഹിദാവുകയില്ല. ഒരാൾ പറയണം എല്ലാവർക്കും അവരുടേതായ എന്തുണ്ട്, വന്നാസു അഹ്റാർ, എല്ലാവർക്കും സ്വതന്ത്രരാണ്. കുല്ലു വാഹിദ് യഅ്ബുദുൽ ഇലാഹല്ലദീ യുഹിബ്, എല്ലാവരും അവൻ ഇഷ്ടപ്പെടുന്ന ആരാധ്യന്മാരെ ആരാധിക്കട്ടെ. ഹാദാ മുവഹിദ്, അദ്ദേഹം പറയണം അവൻ മുവഹിദായിട്ടില്ല. അപ്പോൾ തൗഹീദിൻ്റെ സഹോദരങ്ങളെ തഫ്സീറിൽപ്പെട്ട കാര്യമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും നമ്മൾ നിഷേധിക്കുകയും വേണം. ഞാൻ അള്ളാഹിനെ മാത്രം ആരാധിച്ച് അവിടെ നിർത്തിയാൽ അവിടെ കഴിഞ്ഞിട്ടില്ല. മറിച്ച് അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും ബാത്തിലാണെന്ന് ഉറച്ചു വിശ്വസിക്കണം. അതിലൊരല്പമെങ്കിലും ഹക്കുണ്ട്, കുഴപ്പമില്ല. അതല്ലാത്തവർ ചോദിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അതല്ലാത്തവർ സഹായം തേടുന്നുണ്ട്, കുഴപ്പമില്ല. അതൊന്നും തെറ്റല്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നിന്റെ തൗഹീദ് പൂർത്തിയായിട്ടില്ല. കാരണം തൗഹീദ് അതെന്ത് വേണം? ബറാഅത്തുൻ മിനൽ മുശ്രിക്കീന വശിർക്കിഹിം, മുശ്രിക്കുകളോടും അവരുടെ ശുർക്കിനോടും നീ പൂർണ്ണമായ ബന്ധവിച്ഛേദനം കാണിക്കാതെ നിനക്കൊരിക്കലും തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല, നിന്റെ തൗഹീദ് പൂർത്തിയാക്കാൻ സാധിക്കുകയില്ല എന്ന കാര്യമാണ് ഈ ആയത്തിലൂടെ മനസ്സിലാക്കി തരുന്നത്. അതിനുശേഷം അദ്ദേഹം തൗഹീദിൻ്റെ മറ്റൊരു വശത്തിലേക്ക് പ്രവേശിക്കുകയാണ്, തൗഹീദുൽ മഹബ്ബ, സ്നേഹത്തിലുള്ള തൗഹീദ്. അദ്ദേഹം അതിനായത്തായി കൊടുക്കുന്നത് വഖൗലിഹി തആല ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ 33-ാമത്തെ ആയത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് വൽ മസീഹ ഇബ്നു മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹുവ സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അവരെന്ത് ചെയ്തു? ഇത്തഖദു എന്ന് പറഞ്ഞാൽ യഹൂദ നസ്രാനികൾ, അഹ്ബാറഹും വറുഹ്ബാനഹും, അവരുടെ ഹിബറുകളെ അല്ലെങ്കിൽ ഹബറുകളെ, ഹിബർ അല്ലെങ്കിൽ ഹബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാർക്ക് പറയുന്നതാണ് ഹിബർ അല്ലെങ്കിൽ ഹബർ എന്ന് പറയുന്നത്. അഹ്ബാർ അതിൻ്റെ ബഹുവചനമാണ്. അവരവരുടെ പണ്ഡിതന്മാരെയും, അതുപോലെ റുഹ്ബാനുകൾ, റാഹിബ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലെ നല്ല ഇബാദത്തൊക്കെ എടുത്ത് കഴിയുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇബാദത്തെടുത്ത് അവരുടെ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരെയും അവരുടെ ദീന് പഠിച്ചിട്ടുള്ള തൗറാത്തും ഇഞ്ചീലൊക്കെ പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരെയും അവരെന്താക്കി സ്വീകരിച്ചു? അർബാബം മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു. വൽ മസീഹ ഇബ്നു മറിയം, മസീഹിനെയും അവർ റബ്ബായി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, ഇങ്ങനെ സ്വീകരിക്കാൻ പാടില്ല, ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നത് മാത്രമാണ് അവർ കൽപ്പിക്കപ്പെട്ടത്, അതല്ലാതെ മറ്റൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, ഇങ്ങനെ പങ്കുചേർക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ഈ ആയത്തിൻ്റെ വിശദീകരണം സഹോദരങ്ങളെ? ഈ ആയത്തിൽ അന്നുണ്ടായിരുന്ന യഹൂദ നസ്രാണികൾ അവരെന്ത് ചെയ്യും? അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹലാലാക്കി അല്ലെങ്കിൽ ഒരു കാര്യം ഹറാമാക്കി എന്ന് കണ്ടാൽ അവർ അവരുടെ റഹ്ബാനുകളെയും അതുപോലെ അഹ്ബാറുകളെയും സമീപിക്കും. യഹൂദ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയൊക്കെ സ്വീകരിച്ചിട്ട് അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം അവർ ഹലാലാക്കി കൊടുത്താൽ അതവർ സ്വീകരിക്കും. അവർക്കറിയാം അത് അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ പുരോഹിത വർഗം അവർക്കത് ഹലാലാക്കി കൊടുക്കും. അപ്പം അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യം ഈ പുരോഹിത വർഗം ഹലാലാക്കുകയും അതാണ് ശരിയെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുകയും ചെയ്യുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള താഅത്തിലുള്ള, അവനെ അനുസരിക്കുന്ന, അവന് വഴിപ്പെടുന്ന കാര്യത്തിലുള്ള ഷിർക്കാണ് എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതല്ലെങ്കിൽ അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഇതേപോലെ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഹറാമാക്കുകയാണ്. അവൻ അള്ളാഹു ഹലാലാക്കിയതാണെന്ന് അറിയാം, എന്നിട്ട് ഈ പണ്ഡിതന്മാർ അത് ഹറാമാക്കുമ്പോൾ അള്ളാഹു ഹലാലാക്കിയത് ഉപേക്ഷിച്ചിട്ട് പണ്ഡിതന്മാർ ഹറാമാക്കിയതനുസരിച്ചിട്ട് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ സഹോദരങ്ങൾ, അത് തൗഹീദിലുള്ള പിഴവാണ്, അവന് ശിർക്ക് സംഭവിച്ചു എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞത് ഇവൻ അറിഞ്ഞിരിക്കണം എന്ത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അള്ളാഹുവിൻ്റെ നിയമം ഇങ്ങനെയാണ്, ഇവർ അതിനെതിരായിട്ടാണ് വിധിച്ചതെന്ന് വേർതിരിച്ച് ഇവൻ മനസ്സിലാകുമ്പോഴാണ് ഇവന് താഅത്തുള്ള ശിർക്ക് വന്നു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ ഒന്നും അറിയില്ല, മതപണ്ഡിതൻ്റെ അടുക്കലേക്ക് പോയി അയാൾ പറഞ്ഞു ഇന്നത് ഹലാലാണ്, കുഴപ്പമില്ല,
ഈ സാധു വിചാരിച്ചിരിക്കുന്നത് ഇയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് നോക്കി ഹദീസ് നോക്കി എനിക്ക് വിധി പറഞ്ഞു തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് മശ്റൂ ആണ്. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാരോട് ചോദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ആയത്തിൽ പറയുന്നത് അതല്ല. ഒരാൾക്ക് അള്ളാഹു മദ്യം, ഉദാഹരണം പറയണം, മദ്യം ഹറാമാണെന്ന് അറിയാം, വളരെ വ്യക്തമായി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖംർ, മദ്യം ഹറാമാണെന്ന് പറഞ്ഞത് അവനറിയാം. പക്ഷെ അവൻ മറ്റൊരു പണ്ഡിതനെ സമീപിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, മദ്യം നിങ്ങൾ കുടിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, അത് കിതാബിൽ ഹറാമായിരിക്കും, പക്ഷേ ഞാൻ നിങ്ങൾക്ക് ഹലാലാക്കി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം അറിയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന നിയമം സ്വീകരിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ, അതവൻ ആ പണ്ഡിതനെ റബ്ബായി സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ആ പണ്ഡിതനെ റബ്ബായി സ്വീകരിക്കുന്നതിന് തുല്യമാണ്. ഇനി വേറൊരാൾ ഇതേപോലെ ഒരാൾക്ക് അറിയാം പലിശ ഹറാമാണ്, പലിശ അവന് ഹറാമാണ്, അവനറിയാം, വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ഇന്നൊരു പണ്ഡിതൻ്റെ അടുക്കലേക്ക് പോകുമ്പോഴൊന്നുമില്ല, പലിശ കുഴപ്പമില്ല, പലിശ പ്രശ്നവുമില്ല, ഈ കാലഘട്ടത്തിൽ പലിശ പ്രശ്നമില്ല, നീ ഹലാലായി കണ്ടോളും എന്ന് പറഞ്ഞാൽ ഈ പണ്ഡിതനെ അവൻ റബ്ബായി സ്വീകരിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ അത് അള്ളാഹു ഹറാമാണെന്ന് ഹറാമാക്കിയെന്ന് വിശ്വസിക്കുന്നതോടൊപ്പം അവൻ്റെ ദേഹേച്ഛകൾക്ക് വേണ്ടി ചില പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോയാൽ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന മുശ്രിക്കായി തീരുകയില്ല, ഇവരെ റബ്ബായി സ്വീകരിച്ചവനെന്ന് പറയുകയില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് പലിശയുടെ ഒരു പ്രത്യേക രീതി, അത് ഖുർആനിലും സുന്നത്തിൽ ഹറാമാണെന്ന് അവനറിയാം. പക്ഷെ ഇന്ന് ആലിമിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എളുപ്പം, അത് ഹറാം എന്നുള്ളത് ഹലാലാക്കാനുള്ള മാർഗങ്ങൾ അവരുടെ അടുത്തുണ്ട്, ചില തന്ത്രങ്ങൾ അവരുടെ അടുത്തുണ്ട് എന്ന് മനസ്സിലാക്കി അവൻ്റെ ദേഹേച്ഛ അവൻ എന്ത് ചെയ്യാണ്, ചില ആളുകളോട് പ്രത്യേകമായി ചില ആളുകളുടെ ഫത്വ സ്വീകരിക്കാനും ചില ആളുകളുടെ മതവിധി സ്വീകരിക്കാനും അങ്ങനെ അത് ഹലാലായി കാണാനും അവൻ ഒരുപെടുകയാണ് എങ്കിൽ അത് അവൻ്റെ ദേഹേച്ഛയെ പിൻപറ്റിയ ഒരു വൻപാപം ചെയ്തു എന്നതാണ് വരികയുള്ളൂ. എന്നാൽ ഇയാൾക്ക് ഇങ്ങനെ ഹലാലാക്കാനുള്ള അധികാരമുണ്ട്. അള്ളാഹു ഹറാമാക്കിയത് ഇയാൾക്ക് ഹലാലാക്കാം, അള്ളാഹു ഹലാലാക്കിയത് ഇയാൾക്ക് ഹറാമാക്കാം, അള്ളാഹുവിൻ്റെ വിധി ഇന്നതാണ് ഉറച്ച ബോധ്യത്തോടു കൂടി ഇതിനെ ഹറാമോ ഹലാലോ ആയി മാറ്റി അയാൾ തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു അവന് ശിർക്ക് താഅ, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലുള്ള പങ്ക് ശിർക്ക് അവൻ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ കാര്യങ്ങൾ ഹലാലും ഹറാമും ആക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അധികാരമില്ല. അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒരു വലിയനോ ഒരു ഷെയ്ഖിനോ ഒരു നബിക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് മുഴുവൻ അധികാരവും ഉള്ളത്, അവൻ്റെ വിധി മാത്രമാണ് അനുസരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം അദ്ദേഹം മഹബ്ബത്തിലുള്ള, സ്നേഹത്തിൽ ഉണ്ടാവുന്ന ശിർക്കിനെ കുറിച്ച് അറിയിക്കുന്ന ആയത്താണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇതെല്ലാം സഹോദരങ്ങളെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ഇതിലെല്ലാം ആളുകൾക്ക് വഴിവഴിച്ചു പോകാറുണ്ട്. അദ്ദേഹം പറയുന്നു, ഖാൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വഖൗലിഹി വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്താണ്. ചില ആളുകളുണ്ട്, അല്ലാഹു തആല പറയാണ്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന് പുറമെ ചിലരെ സ്വീകരിക്കും, അൻദാദൻ, നിദ്ദുകളായി, സമന്മാരായി സ്വീകരിക്കും. എന്താണ് അവർ സമന്മാരാക്കുന്നത്? ഏത് വിഷയത്തിലാണ്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകളെയും സ്നേഹിക്കും. ഈ പറയുന്ന വ്യക്തികളെയും ജനങ്ങളിൽ ചിലർ സ്നേഹിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ ചെയ്താൽ അവർ അള്ളാഹുവിനെ സമന്മാരാക്കി, അള്ളാഹുവിന് ശിർക്ക് വെച്ചു എന്നാണ് ആയത്തിൻ്റെ താല്പര്യം. പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, ജനങ്ങൾ അവരുടെ മഹബ്ബത്തിൽ 4 തരക്കാരായ ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം അൽ മർത്തബത്തുൽ ഊല അല്ലാ യുഹിബ്ബല്ലാഹ് അസ്ലൻ, അള്ളാഹിനെ ഒരു നിലക്ക് ഇഷ്ടപ്പെടാത്ത ചില ആളുകളുണ്ട്. അത് ജനങ്ങളിൽ വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും. അള്ളാഹിനെ തീരെ ഇഷ്ടപ്പെടാത്ത, അവൻ്റെ ദേഹേച്ഛകൾക്ക് വില കൊടുക്കുന്ന, അവൻ്റെ പിശാച് അവനോട് മന്ത്രിക്കുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കുന്ന, അതായത് മുൽഹിദുകളെ പോലെ, നിരീശ്വരവാദികളൊക്കെ പോലെയുള്ള ആളുകൾ, അവർ കന്നുകാലികളെക്കാളും നശിച്ച ആളുകളായിരിക്കും, അവരെക്കാൾ വഴിപേച്ച ആളുകളായിരിക്കും. അള്ളാഹുവിനോട് ഒരു തരി പോലും സ്നേഹമില്ലാത്ത ആളുകൾ, അവരാണ് ഒന്നാമത്തെ ഏറ്റവും പേച്ച ആളുകൾ. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടും, പക്ഷേ അള്ളാഹുവിൻ്റെ ചില പടപ്പുകളെ അള്ളാഹുവിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതെങ്ങനെയാണ് മനസ്സിലാകുക? കാരണം അള്ളാഹുവിൻ്റെ ഹക്കുകളിൽ വീഴ്ച വരുത്തിയാലും ഈ പറയുന്ന ആളുകളോടുള്ള ഹക്കുകളിൽ അവർ ഒരിക്കലും വീഴ്ച വരുത്തുകയില്ല. ഒരു വലിയനോട് അവർക്ക് ആ വലിയനോടുള്ള അദബ്, അതിനോടുള്ള മര്യാദ അത് വലുതായിരിക്കും. അള്ളാഹിനോടുള്ള മര്യാദ വളരെ കുറവായിരിക്കും. അള്ളാഹിൻ്റെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രവൃത്തിപദത്തിലാണ് ഇതെല്ലാം പരിഗണിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ സത്യം ചെയ്യാൻ യാതൊരു പേടിയുണ്ടാവില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ
സത്യം ചെയ്യാൻ ഒരു പേടി ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകളെ പേരിൽ സത്യം ചെയ്യാൻ പേടിയാണ്. കാരണം ഇവർ അവനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുക, അവനെയാണ് കൂടുതൽ ഭയപ്പെടുന്നത്. ഈ നിലക്ക് അള്ളാഹു അല്ലാത്ത ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയേക്കാൾ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, അവൻ മുശ്രിക്കാണ്, അവൻ ദീനുൽ ഇസ്ലാമിന് പുറത്തു പോയവനാണ്. കാരണം അള്ളാഹുവിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. മൂന്നാമത്തെ വിഭാഗം അൻ യുഹിബ്ബ അല്ലാഹ വ യുഹിബ്ബ അഹദൻ മിൻ ഖൽഖില്ലാ കഹുബ്ബില്ലാ. അള്ളാഹുവിനെ ഇഷ്ടപ്പെടും, അള്ളാഹിന്റെ ചില പടപ്പുകളെ അവനെയും ഇഷ്ടപ്പെടും. ഫയുസവ്വി ബൈന അല്ലാഹി വൽ മഖ്ലൂഖി ഫിൽ മഹബ്ബ വഹാദാ മുശ്രിക്കുൻ അയ്ളൻ. അള്ളാഹുവിനെയും പടപ്പുകളെയും ഒരേപോലെ സ്നേഹിക്കുന്ന ആളുകൾ ഉണ്ടാകും, അവനും മുശ്രിക്കാണ്. അവരെ കുറിച്ചിട്ടാണ് ഈ ആയത്തിൽ പറയുന്നത് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് അക്കൂട്ടരെയും അള്ളാഹുവിന് പുറമേയുള്ള ചില ആളുകളെയും ഇഷ്ടപ്പെടുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ ആയിത്തീരേണ്ടത് നാലാമത്തെ മർത്തബയാണ് അൻ യുഹിബ്ബല്ലാഹ ഫൗക മഹബ്ബത്തി ജമീഇൽ മഖ്ലൂഖീൻ. മുഴുവൻ പടപ്പുകളെക്കാളും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടണം. വഹാദ മുവഹിദുൻ ഔ മുസ്ലിം. അവനാണ് യഥാർത്ഥത്തിൽ മുവഹിദ് അല്ലെങ്കിൽ മുസ്ലിം. എല്ലാത്തിനേക്കാളും ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവൻ എന്ത് ചെയ്യുള്ളൂ, അവൻ മുവഹിദാവുകയുള്ളൂ. ഇനി അള്ളാഹുവിനുള്ള ഇഷ്ടമോ ഒരാൾക്ക് മുസ്ലിം ആവാൻ ഇസ്ലാമിന്റെ വൃത്തത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യമാണ് എല്ലാത്തിനേക്കാളും അവൻ അള്ളാഹു ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതിൽ വ്യത്യസ്ത പടികൾ ഉണ്ടാകും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളെല്ലാം ഒരേപോലെയല്ല. അവനൊരു മിനിമം മഹബത്ത്, എല്ലാത്തിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെടുക എന്നുള്ള കാര്യം അംഗീകരിക്കണം, അപ്പോഴാണ് മുസ്ലിം ആകുന്നത്. പിന്നീട് അവന്റെ മഹബത്ത് വ്യത്യസ്ത തട്ടുകളായിരിക്കും. അള്ളാഹുവിന് നന്നായി ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന് ഔലിയാക്കളായ ആളുകളുണ്ടാകും, അതിന് താഴെയുള്ളവരുണ്ടാകും, ഇതിന് താഴെയുള്ളവരുണ്ടാകും. ജനങ്ങൾ അങ്ങനെ വ്യത്യസ്ത പദവിയിലായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ എല്ലാം സഹോദരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ മഹബത്ത് തിരിച്ചറിയാൻ. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. നബിയെ അവരോട് പറയാ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയാനുള്ള അടയാളം എന്ന് പറയുന്നത് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി പിൻപറ്റി എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് ആരാണോ കൂടുതൽ പിൻപറ്റുന്നത് അവനാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നത്. അതല്ലാതെ ഒരാൾ നാവ് കൊണ്ട് ഞാൻ അള്ളാഹിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു, റസൂലിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു, പക്ഷെ അവൻ്റെ പ്രവൃത്തികൾ അതിനെ നിഷേധിക്കുന്നുണ്ട് എങ്കിൽ, അഥവാ പ്രവൃത്തിയിൽ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കുന്നത് കാണുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഒരാളുടെ ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ അനുസരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ താല്പര്യം. ഒരാളുടെ ഇഷ്ടമുണ്ടെന്ന് പറയുകയും അയാൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നില്ല, കൽബ് കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല, നാവ് കൊണ്ടുള്ള ഇഷ്ടം മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ മഹബത്ത് എല്ലാത്തിനേക്കാളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടണം. അപ്പോൾ എല്ലാത്തിനേക്കാളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് വില വേണം. അള്ളാഹിൻ്റെ കൽപ്പനകൾക്കാണ് ബാക്കിയുള്ളതിനേക്കാൾ വില വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്കും അവൻ്റെ വിലക്കുകൾക്കുമാണ് ബാക്കി എല്ലാത്തിനേക്കാളും ഒരാൾ മാനിക്കേണ്ടത് എന്നതാണ് ഈ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായി അദ്ദേഹം ഒരു ഹദീസ് കൊടുക്കുകയാണ്. വഫി സഹീഹ്, ഇമാം സഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, വകഫറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അവൻ നിഷേധിച്ചാൽ, ഹറുമ മാലുഹു വദമുഹു, അവൻ്റെ സമ്പത്തും അവൻ്റെ രക്തവുമാണ് പവിത്രമാക്കപ്പെടുന്നത്. വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അവൻ്റെ യഥാർത്ഥത്തിലുള്ള വിചാരണ അള്ളാഹുവിൻ്റെ അടുക്കലാണ്. വശർഹു ഹാദിഹി തർജിമത്തി മാ ബഅദഹാ മിനൽ അബ്വാബ്, ഈ അധ്യായത്തിൻ്റെ വിശദീകരണം ശേഷമുള്ള അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നതാണ്. ഈ അധ്യായത്തിൻ്റെ വിശദീകരണം ശേഷമുള്ള അധ്യായം, അഥവാ ശേഷമുള്ള അധ്യായങ്ങളെല്ലാം തൗഹീദ് വിശദീകരിക്കുന്ന അധ്യായങ്ങളാണ് എന്നാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഈ ഹദീസിൽ ആരെങ്കിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ അതിനോടൊപ്പം ചെയ്യേണ്ട കാര്യമാണ് വകഫറ ബിമാ യുഅ്ബദു മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ, നേരത്തെ ബറാഅത്തിൻ്റെ ആയത്ത് പറഞ്ഞു, അതിൻ്റെ സമാനമായ ഹദീസാണിത്. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും അവൻ നിഷേധിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തഫ്സീർ അതാണ്. അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനും അതിന് ഹക്കില്ല എന്ന് പറഞ്ഞാൽ അതിനെല്ലാം നിഷേധിക്കണം. എല്ലാത്തിനും ഹക്കുണ്ട്. സർവ്വമതം സത്യവാദം എന്ന് പറയുന്നത് തനിച്ച കുഫറാണ്, ദീനുൽ ഇസ്ലാം അല്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് അവൻ്റെ രക്തവും സമ്പത്തുമെല്ലാം പവിത്രമാക്കപ്പെടുന്നത്. ഇനി ആരെങ്കിലുമൊക്കെ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലോ, മുസ്ലിമീങ്ങളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് എതിർപക്ഷത്തുള്ള ശത്രുക്കളിൽ ആരെങ്കിലുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലോ, വഹിസാബുഹു അലല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ അടുക്കലാണ് അവൻ്റെ വിചാരണ. അവൻ ബാഹ്യമായി നാവ് കൊണ്ട് പറയുന്നത് ഈ ദുനിയാവിൽ പരിഗണിക്കപ്പെടും എന്നാണ് ഈ ഹദീസിൻ്റെ താല്പര്യം. ദുനിയാവിൽ അവൻ പരിഗണിക്കപ്പെടും, പക്ഷെ അവൻ യഥാർത്ഥത്തിൽ മുവഹിദാണോ അല്ലേ എന്നുള്ളത് ഈ പറഞ്ഞ കാര്യം പരിഗണിച്ചിട്ടാണ്. അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുകയും അതിന് പുറമെയുള്ള മുഴുവൻ, അള്ളാഹ്ക്ക് പുറമെയുള്ള സകലതിനെയും
അവൻ നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരിഗണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൗഹീദിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായമാണിത്. ശേഷമുള്ള അധ്യായങ്ങളിലാണ് അദ്ദേഹം തൗഹീദിൻ്റെ പൂർണ്ണമായ വിശദീകരണങ്ങൾ കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.